ഷഫീദ്, നമ്മൾ സംസാരിക്കുമ്പോഴാണ് ജയ്ക്ക് ടെലിഫോൺ ലൈനിൽ എത്തിയത്. ഷഫീദ്, ഇതിപ്പോൾ മുഖ്യമന്ത്രി ഇല്ലെങ്കിലും ആഭ്യന്തര സെക്രട്ടറി അതുപോലെ ഉന്നത ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. ഈ പരാതി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ക്രൈംബ്രാഞ്ച് തലവന് നേരിട്ട് കൈമാറുമായിരിക്കും. തുടർ നടപടികളിലേക്ക് വേഗത്തിൽ പോകാൻ പര്യാപ്തമായിരിക്കും ആ പരാതി എന്ന് നമുക്ക് കരുതാം. നമുക്ക് അതിന്റെ ഉള്ളടക്കത്തെ പറ്റി അറിയില്ല, പക്ഷേ സാധ്യത അതാണല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം അതിന്റെ പരാതിയുടെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തുള്ളിൽ നമുക്ക് ലഭിക്കും. കാരണം അത് ഒരു കോൺഫിഡൻഷ്യൽ രേഖയാണ്. മാത്രമല്ല, ഒന്നുകിൽ പീഡനം അതല്ലെങ്കിൽ ഗർഭചിത്രം, അതിലേതാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ ആ പരാതി ഗൗരവമുള്ളതാണ്. ആ പരാതിയുടെ ഗൗരവം കണ്ടുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് മേധാവി ഈ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ കണ്ട് പോയതിനു ശേഷം 20 മിനിറ്റ് തികയും മുൻപ് നേരിട്ടെത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല, ഈ പെൺകുട്ടി അവിടേക്ക് വരുന്നു, മുഖ്യമന്ത്രി ഒരു 8 മിനിറ്റിലധികം കൂടിക്കാഴ്ച നടത്തുന്നു, ഈ പരാതികൾ പറയുന്നു, എഴുതി കൊണ്ടുവന്ന പരാതി അത് കൊടുക്കുന്നു. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയിട്ടുള്ള അത് അവരുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകിയ പരാതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ എഴുതി നൽകിയ പരാതി തന്നെ മതി ഇക്കാര്യത്തിലെ തുടർ നടപടികൾക്ക്. പക്ഷേ മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പായും ഉണ്ടാകും. മാത്രമല്ല, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പെൺകുട്ടി ഉന്നയിച്ചു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം കേവലം പീഡനം, അതല്ലെങ്കിൽ പീഡനത്തിനപ്പുറത്തേക്ക് നിർബന്ധിച്ച് ഗർഭം ധരിപ്പിക്കുക, അതിൽ ഗർഭചിത്രം നടത്തുക, മറ്റെന്തെങ്കിലും ആക്ഷേപം കുട്ടിക്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഏതായാലും ആ പെൺകുട്ടിയുടെ പരാതി ഗൗരവമുള്ളതാണ്. അത് സർക്കാർ തന്നെ ആ രീതിയിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെ പെൺകുട്ടി കണ്ട് 20 മിനിറ്റ് തികയും മുൻപ് ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ് നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നത്. പക്ഷേ ആ പരാതി നേരിട്ട് കൈമാറും. അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവമുള്ള ഒരു കേസായി ഇത് മാറുകയും ചെയ്യും. പക്ഷേ നിലവിലുള്ള ക്രൈംബ്രാഞ്ച് SP യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിനപ്പുറത്തേക്ക് കൂടുതൽ അന്വേഷണ സംഘം വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് ഈ കല്ലറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ രീതിയിലൊക്കെ കോൺഗ്രസും പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം അത് നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം. കെ മുരളീധരനടക്കം പ്രതികരിക്കും. അവരുടെ അടക്കം പ്രതികരണം ഉറപ്പായും ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.